ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോത്ത് വൃത്തിയായി കൈത്തിരി തിന്നുന്ന പോത്ത് അല്ലെങ്കിൽ വൃത്തിയായി നല്ല രീതിയിൽ നോക്കുന്ന പോത്ത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എത്ര കിലോ വെയിറ്റ് കയറും? അത് ലൈവ് വെയിറ്റ് ആണോ, ഇറച്ചി വെയിറ്റ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കാം കേട്ടോ. നമ്മളൊരാഴ്ച അല്ലെങ്കിൽ 5 ദിവസമായിട്ട് അല്ലെങ്കിൽ ഒരു 2 മാസമായിട്ട് വീഡിയോസ് ഭയങ്കര ലാഗാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, പുല്ല് വെക്കാനുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ പണിത്തിരക്ക്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കുറച്ച് വക്കോലുകൾ കൊണ്ടുവന്ന് നമ്മൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വക്കോല് കിട്ടി, അപ്പോൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഒതുക്കി വെച്ചു. പുല്ല് വെച്ച് കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ പാടത്ത് പുല്ല് ഉണ്ടെങ്കിലും ഒരു 2-3 ആഴ്ച കൊണ്ട് ഇവിടെ അവസാനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേനൽക്കാലം പാടത്തെ വെള്ളമൊക്കെ വറ്റി ചവിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഭൂമി ഉറച്ചു തുടങ്ങി. അപ്പോൾ ഇനി ഒരു 2-3 ആഴ്ച കഷ്ടി ക്രിസ്മസ് ആകുമ്പോഴേക്കും പുല്ലൊക്കെ ഇവിടെ വരണ്ടി തുടങ്ങും. അത് മാത്രമല്ല, ഉള്ള പുല്ലുകളൊക്കെ പൂത്തു, അതായത് കതിര് വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഉണങ്ങുന്നതിൻ്റെ തൊട്ട് സ്റ്റേജിലാണ് ഇപ്പോൾ. അപ്പോൾ തീറ്റപ്പുല്ലിനെ കുറിച്ച് ഭയങ്കര ഗാഢമായിട്ടുള്ള പണിത്തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ വീഡിയോസിലെ കുറച്ച് ലാഗാണ്. പിന്നെ കുറേ ആളുകൾ പോത്തിന് എടുക്കാൻ എന്നെ വിളിക്കുന്നുണ്ട്, ചന്തയിൽ പോകാനൊക്കെ. അപ്പം ഞാൻ തീരെ പോവാറില്ല ഇപ്പോൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ചന്തയിലത്തെ വീഡിയോസ് ഒന്നും കാണാത്തത്. നമ്മുടെ പുതിയ തൊഴുത്തിൽ വെച്ചിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവര് കുഴപ്പമൊന്നുമില്ല. കൈ ഇപ്പോൾ ഞാൻ മുകളിൽ കമ്പിയൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ പുറത്തേക്ക് എടുത്തു വരുന്ന പരിപാടികളൊന്നും ഇപ്പോൾ ക്രമേണ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവരെല്ലാം നമ്മുടെ കയ്യിൽ സെറ്റായിട്ടുള്ള കാരണം ഇവർ വലിയ കുറുമൊന്നും കാണിക്കണില്ല. പുതിയ ആൾക്കാർ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഇനി എടുക്കുന്ന സമയത്ത് എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ ചെറിയ ഓൾട്രേഷൻ വരുത്തേണ്ടി വരും ചിലപ്പോൾ. ഇപ്പോൾ ചെറുതായിട്ട് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇപ്പോൾ വഴിയാ നമുക്ക് പറയാം. എൻ്റെ ഒരു ധാരണയിൽ ശരിക്ക് അതിൻ്റെ ശാസ്ത്രീയ വശം അറിവുള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ പഠനം നടത്തുമ്പോൾ പറയുന്നത് ഏകദേശം 30 കിലോ 35 കിലോൻ്റെ റേഞ്ച്. 30 കിലോ വെച്ചൊരു 30 കിലോ ഒരു മാസം, അതായത് ഒരു ദിവസം 1 കിലോ വെച്ച് ലൈവ് വെയിറ്റ് കയറുകയാണെങ്കിൽ, ഇറച്ചി കയറുന്ന കേസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ. ഒരു ദിവസം 1 കിലോ വെച്ച് കയറും, അല്ലെങ്കിൽ നല്ല രീതിയിൽ വളർത്തുന്ന പൂത്ത്, അല്ലെങ്കിൽ നല്ല വളർച്ചയുള്ള പൂത്ത് ഒരു ദിവസം 1 കിലോ, അതായത് ഒരു മാസം 30 കിലോൻ്റെ റേഞ്ചാണ് ശരിക്കും അതിൻ്റെ ശാസ്ത്രീയ വശം. അല്ലെങ്കിൽ ഒരു 30-35 കിലോൻ്റെ റേഞ്ചാണ് അതിൻ്റെ പഠനം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രീയ വശം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു 30 കിലോ എന്നുള്ള ടാർഗറ്റ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ പറയുന്നു ഏകദേശം ഒരു 20 കിലോനും 25 കിലോനും ഇടയിലൊക്കെ വെച്ച് നമുക്ക് ലൈവ് വെയിറ്റ് കയറുകയാണെങ്കിൽ അത് വളരെ അത്യാവശ്യം തിരക്കേട്ടില്ല ഇതൊരു വളർച്ചയെന്ന് പറയാം. എല്ലാവർക്കും 30 കിലോ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചിന്ത, ഇതിപ്പോൾ ഞാനും കാണുന്ന, നിങ്ങളെപ്പോലെ ഞാനും കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാനും ചിന്തിക്കും 1 കിലോ വെച്ച് അപ്പം എൻ്റെ പൂത്തും കയറില്ലായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിലുള്ള പൂത്തിൻ്റെ അവസ്ഥയ്ക്കും അതിൻ്റെ പ്രായത്തിനും അതിൻ്റെ വലിപ്പത്തിനും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്കും നമ്മൾ നോക്കുന്ന രീതിക്ക് അനുസരിച്ചൊക്കെയാണ് ഇതിൻ്റെ വളർച്ച അടങ്ങിയിരിക്കുന്നത്. അതിന് എടുത്തു പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 150 കിലോ ഉള്ള പൂത്ത് വളരുന്ന വളർച്ചയല്ല ഒരിക്കലും ഒരു 300 കിലോ ഉള്ള പൂത്ത് വളരുക. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു 120, 130 അല്ലെങ്കിൽ ഒരു 150, 160 കിലോ ഉള്ള പൂത്ത് 1 കിലോ ഒരു കൊല്ലം നോക്കുന്ന, അല്ലെങ്കിൽ ഒരു 10 മാസം നോക്കുന്നത്, 300 കിലോ റേഞ്ചുള്ള പൂത്ത് 2, 3, 4 മാസം അല്ലെങ്കിൽ ഒരു 4-5 മാസം വൃത്തിയായി നോക്കി കഴിഞ്ഞാൽ പൂത്ത് കൊടുക്കാനുള്ളതായി. അതാണ് അതിൻ്റെ മാറ്റങ്ങൾ. പെട്ടെന്ന് ക്ഷീണം മാറും, പെട്ടെന്ന് തിന്നുന്നത് ശരീരത്തിൽ എടുക്കാൻ തുടങ്ങും. ഈ പോത്തിന് എല്ല് വളർച്ച കാര്യങ്ങളൊന്നും വേണ്ട, എല്ലാ ഫ്രെയിമും ഒന്ന് എറിച്ച് കയറുകയുണ്ടോ. അപ്പോൾ അതിൻ്റെ വളർച്ചകളൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. പിന്നെ നോക്കുന്ന രീതി, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്ക് ജനുവരി തൊട്ട് അല്ലെങ്കിൽ ഫെബ്രുവരി തൊട്ടുള്ള 3-4 മാസങ്ങളിലാണ് ശരിക്ക് നല്ലൊരു വളർച്ച നമുക്ക് പൂത്തിന് കാണിക്കാറ്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വൃത്തിയായിട്ട് തേച്ച് കഴുകി നിർത്തി തീറ്റ കൊടുക്കും. പുല്ലായാലും പച്ചക്കറി വേസ്റ്റ് ആയാലും എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പുല്ലരിഞ്ഞാണ് കൊടുക്കാറ് കൂടുതൽ. വക്കോല്, പിന്നെ 2 നേരം, ഒരു നേരം കൈത്തീറ്റ കൊടുക്കുന്നത് സ്വല്പം കൂടി അളവ് കൂട്ടിയിട്ട് 2 നേരമാക്കി കൊടുക്കും. വെയിൽ കൊള്ളില്ലേ പോത്ത്, ഒരുവിധ നേരങ്ങളിലൊക്കെ നനച്ച് നിർത്തും. വെള്ളത്തിലിടാൻ സൗകര്യം ഇല്ലെങ്കിലും നമ്മൾ അത് ഞാൻ പറഞ്ഞു, വൃത്തിയായിട്ട് തേച്ച് കഴുകി 2 നേരം കാലത്ത് വൃത്തിയായി തേച്ച് കഴുകി, അല്ലെങ്കിൽ ഒരു 2-3 ദിവസം കൂടുമ്പോൾ വൃത്തിയായി മോട്ടർ അടിച്ച് തേച്ച് കഴുകി 2 നേരം കൈത്തീറ്റ കൊടുത്ത്, കാലത്ത് ഉച്ചയ്ക്കും വൈകുന്നേരവും മേത്തേക്ക് വെള്ളം അടിച്ചു കൊടുത്ത്, അങ്ങനെ ഒരു സെറ്റപ്പിൽ നിർത്തുക. ആ ഒരു 2-3-4 മാസത്തെ വളർച്ച നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ അപ്പോൾ ചേട്ടൻ ആ പോത്ത് ഒരു മാസം 40 കിലോ കയറും, 50 കിലോ കയറും, അത് 30 കിലോ വെച്ച് തന്നെയാണോ കയറുക? ഇതിനാണ് ഉത്തരമാണ് ഇനി വരാൻ പോകുന്നത്. വെച്ചാൽ അതൊന്നും നമുക്ക് കണക്ക് കൂട്ടാൻ ചില സമയങ്ങളിൽ പറ്റില്ല. ശരിക്കുള്ള വളർച്ച അത്ര കിട്ടില്ലെങ്കിലും പോത്തിനെ കാഴ്ചയിലേക്ക് വരുന്നൊരു വളർച്ചയുണ്ട്. നമ്മൾ വലിയ പെരുന്നാളിൻ്റെ സമയത്ത് പോത്ത് ഒരിക്കലും തൂക്കിയിട്ടാണോ നിങ്ങൾ കൊടുക്കുന്നത്?
അല്ലെങ്കിൽ ഇത്ര കിലോ ഇറച്ചി നിങ്ങൾക്ക് കിട്ടിയ ഇറച്ചിയുടെ പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഒരു കച്ചവടത്തിന്റെ ഒരു ഭാഗത്തിൽ ചില പൂത്തുകൾ കാണാൻ വൃത്തിയുണ്ടാവും. അപ്പോൾ നമ്മളൊരു 55 പറയണ പൂത്തിന് ചിലപ്പോൾ ഒരു 60 രൂപ കിട്ടും, 65 രൂപ കിട്ടാം. ചിലപ്പോൾ 55 കിട്ടുന്ന പൂത്ത് 52 രൂപയ്ക്കും തട്ടിച്ചും കൊണ്ടുപോകട്ടോ. ഇതൊക്കെ അല്ലെങ്കിൽ 50 രൂപയ്ക്കും തട്ടിച്ചു, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷേ ഇനി പറയാൻ സംഭവം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ നമ്മൾ. ഞാൻ ഇന്നാളൊരു ഇതിൻ്റെ വിവിധ വശങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്നാൾ ഒരു ഒരു യാത്ര പോകുമ്പോൾ കാറിൽ വെച്ചിട്ട് ഒരു പോത്തിനെ കണ്ടു. അവിടെ ഒരു 2 പോത്ത് നിൽക്കുന്നുണ്ടായി. ആ ചാനലിൽ മൊത്തം 5 പോത്തിനെന്നാണ് എനിക്ക് പറയാൻ കഴിഞ്ഞാൽ. ആ 2 പോത്തും നല്ല വളർച്ച കാണിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ചേട്ടനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഞാൻ അതിനെ തേടി പിടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ആ ചേട്ടനെ ഒരു ഫോൺ വിളിച്ചപ്പോൾ ഞാൻ വ്യക്തമായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ടായിരുന്നു. എൻ്റെ വീട്ടുകാരും കണ്ടിരുന്നു, വലിയ പൂത്താടുന്നു ചേട്ടൻ നോക്കി നോക്കിയെന്ന് പറഞ്ഞിട്ട് കാറിൽ അവരെനിക്ക് കാണിച്ചു തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഏകദേശം ഒരു 5 മാസം 7 മാസത്തിൻ്റെ റേഞ്ചാണ് ആ ചേട്ടൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു 8 മാസം, ഒരു കൊല്ലം 10 മാസം ആയിട്ടില്ല, ഒരു 8 മാസത്തിൻ്റെ റേഞ്ചാണെന്ന് തോന്നുന്നു. അതായത് വലിയ പെരുന്നാളിനൊരു 3-4 മാസം മുന്നാണ് കൊടുന്നതെന്നാണ്, 3 മാസം മുന്നാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് വലിയ പെരുന്നാളിൻ്റെ സമയത്ത് കൊടുത്തില്ല, നല്ല വളർച്ച കാണിക്കുന്നു പറഞ്ഞപ്പോൾ കൊടുത്തില്ല. പിന്നെ ഒരു 1.5 മാസം മുന്നാണ് ഞാൻ ആളായിട്ട് സംസാരിച്ചത്. ഞാൻ കണ്ടത് ഏകദേശം ഒരു ഓണത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ നല്ല വളർച്ചയിലാണ് പോത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് 3-4 മാസം വലിയ പെരുന്നാളിൻ്റെ സമയത്ത് ചോദിച്ചെങ്കിലും കൊടുത്തില്ല. പോത്തിന് വിലയുണ്ട്. പിന്നെ അത് മാത്രമല്ല, പോത്ത് നല്ലമാതിരി വളരുന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ആള് കൊടുത്തില്ല. അപ്പോൾ ആള് പറയണ സംഭവം എന്ന് പറഞ്ഞാൽ ആളുടെ കയ്യിൽ 5 പോത്തുണ്ട്. അപ്പോൾ ഈ പോത്ത് 2 പോത്ത് കുടന്നിട്ടുള്ള പോത്താണ്, അതായത് വരവ് പോത്താണ്. പുറത്തുനിന്ന് കൊടുന്നത്, പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തയിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല, ഫാമിൽ നിന്ന് എടുത്തിട്ടുള്ളത് തന്നെയാണ്. ഫാമിൽ നിന്ന് കൊടുന്നിട്ടുള്ളതാണ്. വേറെ ആൾക്കാർ വാങ്ങിച്ചിട്ട് അവിടുന്ന് അവർക്ക് പറ്റാണ്ടായപ്പോൾ ഇങ്ങോട്ട് കൊടുന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ അവിടെ വെച്ചിട്ട് ആ 2 ആളുകൾ അല്ല, ആ 2 പോത്തിനെ മറ്റേ ചേട്ടന്മാർ നോക്കി ആകെ പറ്റാണ്ടായി, ആകെ ക്ഷീണിച്ചു. 2 മാസം കൊണ്ട് തന്നെ ആകെ ക്ഷീണിച്ച് ആകെ പൂത്തിനാകെ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ എന്തിനു ഇത് കൊടുത്ത് അവസാനിപ്പിച്ചിട്ട് ഈ ചേട്ടനിലേക്ക് കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നതാണ്. അപ്പോൾ മനസ്സിലായില്ലേ, ഫാമിലെ പൂത്ത് കൊടുന്നുകൊണ്ട് മാത്രം കാര്യമില്ല, ഹരിയാന പൂത്ത് കൊടുന്നുകൊണ്ട് മാത്രം കാര്യമില്ല. നോക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് അതിൻ്റെ വളർച്ച. അതായത് പോത്ത് നല്ല പൂത്തുകളായിരുന്നു, പക്ഷെ വളർന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് ഈ ചേട്ടൻ്റെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ ഈ ചേട്ടൻ, ഞാൻ ചോദിച്ചു ചേട്ടാ ഇത് നല്ല വളർച്ച കാണിക്കുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഇതൊന്നുമല്ല, ഞാൻ മൂക്കയറൊക്കെ ഉണ്ടായിരുന്നു, ആകെ തകട് കൂടി ഉണ്ടായിരുന്നു, ആകെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആളുകളുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആളുടെ 7 ഏക്കറിൽ ഒരു തെങ്ങും തോപ്പാണ്. 7 ഏക്കറിൽ ഒരു തെങ്ങും തോപ്പാണ്. അതിൻ്റെ ഫ്രണ്ടേജ് മാത്രമാണ് ഞാൻ റോട്ടിൽ കൂടെ പോകുമ്പോൾ കണ്ടേക്കുന്നത്. ഈ 7 ഏക്കറിൽ തെങ്ങും പറമ്പിൽ ഈ പോത്തിനെ ചുറ്റുമതിലുള്ള തെങ്ങും പറമ്പാണ്. ആളുടെ അപ്പുറത്തൊരു സൈഡിലാണ് ആളുടെ വീട്. അപ്പോൾ ആൾ ഈ തെങ്ങും പറമ്പിലേക്ക് ഇതിനെ അഴിച്ചിടും. മൂക്കയറില്ല, കയറില്ല. വൈകുന്നേരം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കെട്ടിടാൻ കയറെടുത്ത് കെട്ടിടും. കൂടുതലും കെട്ടിടാറില്ല എന്ന് പറയണം. അപ്പോൾ ആൾ പറയുന്ന സംഭവം തന്നെ, മൂക്കയറുമില്ല വട്ടക്കയറില്ല. പോത്തിന് കയറെന്ന് പറയുന്ന സാധനമില്ലേ. കാട്ടുപോത്ത് എങ്ങനെയാണോ കാട്ടിൽ വിഹരിച്ച് നടക്കുക അതേമാതിരിയാണ് നടക്കുക. അപ്പോൾ അതിന് ആ തെങ്ങും പറമ്പിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, 7 ഏക്കർ തെങ്ങും പറമ്പ് എന്തായാലും തിന്നാണ്ടാവും. വേനൽക്കാലത്ത് അതിലായാലും ഉണ്ടാവും എന്നാണ് ആൾ പറയുന്നത്. പുല്ല് തിന്നും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ കുളങ്ങളുണ്ട്, അതിൽ പോയി കിടക്കും. അത് അതിൻ്റെ ആവശ്യത്തിന് വയറിഞ്ഞാൽ അത് കുളത്തിൽ പോയി കിടക്കും. പിന്നെ വൈകുന്നേരം കൈത്തീറ്റ വെച്ച് കൊടുക്കും. അത് തിന്നാൻ വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്, അത് അവിടേക്ക് വൈകുന്നേരം ആകുമ്പോൾ വരും. പിന്നെ ആൾക്ക് ഓട്ടർഷ ഓടിക്കലാണ്. ആൾ കായയുടെ തൊലി കൊടുന്ന് അതും അവിടെ ഇട്ട് കൊടുക്കും. അത് ആവശ്യക്കാർ വന്ന് അതും കഴിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ഞാൻ സത്യം പറയാൻ നമ്മുടെ പോത്തിനെ നമ്മളിങ്ങനെ നിർത്തി കൈത്തീറ്റ കൊടുക്കുന്നു, ആ ഒരു വളർച്ചയിലേക്ക് എല്ലാ പോത്തുകളും പോയത് നല്ലൊരു വളർച്ചയിലേക്കാണ്. ഇനി വേറൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ അവിടെ പാടങ്ങൾ പണിയുന്ന അതേമാതിരി തന്നെ ഒരു ചേട്ടനോട് പറഞ്ഞത്, പാടങ്ങൾ ഇപ്പോൾ പണിത് തുടങ്ങി. ആ ചേട്ടന് പാടത്തേക്ക് ഇറക്കാൻ പറ്റില്ല. പക്ഷേ ആ പോത്ത്, ആ ചേട്ടൻ്റെ ഒരു 2-3 പോത്തുണ്ട്. ആ ചേട്ടൻ എന്തൊരു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 സ്ഥലങ്ങൾ കായവറവുള്ള സ്ഥലങ്ങൾ ആള് സെലക്ട് ചെയ്ത് അവിടുന്ന് ആദ്യമൊക്കെ വണ്ടിമേലെ കൊടുന്നിരുന്നു. ഇപ്പോൾ 3 സ്ഥലത്തേക്ക് ഒരുമിച്ചാവുമ്പോൾ ആളൊരു ഓട്ടോറിക്ഷ, അതായത് കഷ്ടി ഒരു 10-250 രൂപ 300 രൂപ നിങ്ങൾ വിചാരിച്ചോ, ഒരു ഓട്ടോറിക്ഷ പൈസ ഒരു 2-3-4 ദിവസം കൂടുമ്പോൾ വരുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരു 200 രൂപ 250 രൂപ ഓട്ടോറിക്ഷ പൈസ വരും. അപ്പോൾ ആൾ പറയണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കായയുടെ തണ്ടും കൊള്ളിയുടെ വേസ്റ്റും കായത്തൊലിക്ക് ഉണ്ടാവും. പക്ഷേ ആൾ പറയണത് ഒരു 3-4 ദിവസം കൂടുമ്പോൾ എങ്ങനെയാലും ഒരു 5-6 ചാക്ക് കായത്തൊലി കിട്ടും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ നിർത്തി തീറ്റിക്കും. പിന്നെ കായത്തൊലി വൈകുന്നേരം ഇട്ട് കൊടുക്കും. വൈക്കോലും വൈകുന്നേരം അടിപൊളിയായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ 2 നേരം ചെറിയ അളവിൽ കൈത്തീറ്റും കൊടുക്കും. അപ്പോൾ അധികം പോത്തിന് പുറത്തേക്ക് ഇറക്കലോ വെയിൽ കൊള്ളിക്കലോ ഒന്നുമില്ല. പുറത്തേക്ക് ആവശ്യത്തിന് ഇറക്കും, തേച്ച് കഴുകി നിർത്തും. കൂടുതലും നിർത്തി തീറ്റ കൊടുക്കുക. ഒരു 6-7 മാസം അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ. പക്ഷെ ആ പോത്തിൻ്റെ വളർച്ചയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതായത് ഈ പോത്തൊക്കെ 30 കിലോന് മേലേക്ക് പോവോ എന്നുള്ളതല്ല, പക്ഷെ കാണുന്ന സെറ്റപ്പിൽ ഗെറ്റപ്പിൽ ആ ബാക്ക് തുറന്ന് ഫില്ലിങ് വരുന്ന പോത്തുകൾ അതൊരു പ്രത്യേക അഴകാണ്. അതൊരു മതിപ്പ് പോലെ കിട്ടുക തന്നെ ചെയ്യും.
ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷനുകളൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. ഇതിന് ഇത്രയധികം വളർന്നത് ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു 6 മാസം 8 മാസം കൊണ്ട് എങ്ങനെ ഇങ്ങനെ വളർന്നു എന്ന് ചിന്തിക്കുന്നു. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ അവിടെ ഞാനിപ്പോൾ എൻ്റെ അവിടെ ഒരു കഷ്ടി 2-3 ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഇറച്ചി വെട്ടാനായിട്ട് ചേട്ടന്മാർ എരുമേനെ കൊണ്ടുവരും. എരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറ പറ്റിയത് 6, 8, 10, 12 ഒക്കെ വയസ്സുള്ള എരുമകൾ. വയസ്സ് എനിക്ക് അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ ഏകദേശം ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ 10, 12, 14 ഒക്കെ അതിൻ്റെ ഈ എരുമകളെ കൊണ്ടുവന്നിട്ട് ഇവർ നല്ല മാതിരി എല്ലായിട്ടുള്ള എരുമകളെ എന്തൊരു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ലുള്ള സമയങ്ങളിൽ തോടിൻ്റെ സൈഡിൽ 2 ദിവസം കൂടുമ്പോൾ മാറ്റി മാറ്റി കിട്ടും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോടിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും വേനൽക്കാലത്തും പുല്ലുണ്ടാവും. തോടിൻ്റെ സൈഡിൽ ഞങ്ങളുടെ അവിടെ തോട് വേനൽക്കാലത്തും പുല്ലുള്ള ഒരു ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. പിന്നെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നടക്കാനും പിടിക്കാനൊന്നും ചെയ്യാറില്ല. പിന്നെ നമ്മളെങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ഇനി തോട് പിടിച്ചു എന്നുള്ളൊരു സിറ്റുവേഷനും വരണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാണ്ട് അങ്ങോട്ട് വേനൽക്കാലത്ത് തോടുണ്ട്. പിന്നെ നമ്മൾ വെയിലത്ത് കൊണ്ടുപോയി നിർത്താറ് അധികം ചെയ്യാറില്ല. അതിന് മാത്രം തിന്നാണ്ടാവും എന്ന് ചോദിച്ചാൽ ചില ഏരിയകളിലൊക്കെ നല്ല മാതിരി തിന്നാണ്ടാവും. തോടിൻ്റെ അറ്റത്തേക്ക് അങ്ങോട്ട് നീങ്ങി നമ്മളത് കൊണ്ടുപോകണം. നടത്തി സ്ഥിരം കൊണ്ടുപോയി നമ്മൾ ഡെയിലി അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടില്ല നമുക്ക് നമ്മളെ സംബന്ധിച്ച് നടക്കില്ല. പക്ഷേ ഈ ചേട്ടന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കെട്ടി അവിടെ തന്നെയാണ് കിട്ടുക. വേറെ തൊഴുത്തും കാര്യങ്ങളൊന്നും ഇല്ല. ഇറച്ചി വെട്ടാൻ കൊണ്ടുവരുന്ന എരുമയല്ലേ. നല്ല കനത്തിലുള്ള കയറ് കെട്ടി നീളത്തിലിട്ടിട്ട് അവർ ആ തോടിൻ്റെ സൈഡിലിടും. അപ്പോൾ തോടിൻ്റെ സൈഡിൽ ഒരു വിധം തിന്നാളതൊക്കെ തിന്നും 2-3 ദിവസം കൊണ്ട്. പിന്നെ അത് വെള്ളത്തിൽ ഇറങ്ങി കിടക്കും. 3 മാസം കൊണ്ട് 2.5 മാസം കൊണ്ട് ഈ അല്ലെങ്കിൽ 3-4 മാസം കൊണ്ടൊക്കെ ഈ പൂത്ത് ഭയങ്കര ഫില്ലിങ്ങിലേക്ക് വരും. അതായത് നമ്മൾ അതിശയിച്ചു പോകും. തോട്ടിലെ പുല്ലും തോട്ടിലെ വെള്ളവും കഴിച്ച്. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഈ എരുമ വളരുന്ന ഒരു വളർച്ച നമ്മുടെ പോത്തുംകുട്ടിനെ കൊണ്ടുപോയിട്ട് 3 മാസം അവിടെ കൊണ്ടുപോയിട്ടത് കിട്ടുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നമ്മുടെ പോത്തുകുട്ടികളൊക്കെ ചെറുതായിരിക്കും, കാര്യങ്ങളായിരിക്കും. അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് മൂപ്പെത്തി നിൽക്കുന്ന സാധനം ആ ഒരു 3-4 മാസം കൊണ്ട് അല്ലെങ്കിൽ 2-3 മാസം കൊണ്ട് വെള്ളത്തിൽ കിടന്ന് തിന്ന് വരുന്ന ആ ഒരു ഫില്ലിങ് ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൽ എന്തോരം ഇറച്ചി കിട്ടും, എന്തോരം ലൈവ് ആയിട്ട് പോകുന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. പക്ഷേ ഇതൊക്കെ ഒരു ചെറിയൊരു ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തന്നതാ. ഇനി ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നാളെ എന്നെ ഒരു ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം കൊല്ല ഭാഗത്തു നിന്നാന്ന് തോന്നുന്നു. ആ ചേട്ടൻ അവിടെ ഇഷ്ടപ്രകാരം പച്ചപ്പുല്ലുണ്ട്. ആ ചേട്ടൻ കൊടുക്കുന്ന തീറ്റ എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 1 കിലോ അരി വേവിച്ച് കഞ്ഞി വെച്ച് കൊടുക്കും. അതാണ് ആകെ കൂടിയിട്ടുള്ള വളർച്ച. ഒരു 6-7 മാസമായിട്ട് നല്ല അടിപൊളി കൊമ്പൊക്കെ ചുരുണ്ട് നല്ല ഒരു കൊല്ലം വളർത്തിയിട്ടോ ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞത് 11-12 മാസമായി എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ കൂടി കൊടുക്കുന്ന തീറ്റ കൈത്തീറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന തീറ്റ 1 കിലോ അരി ഉള്ള ഒരു അളവുണ്ട്. ആ അളവിൽ വെച്ച് 1 കിലോ അരി അളവ് വേവിച്ച് കൊടുക്കും. വേറെ ഒരു സാധനം കൊടുക്കുന്നില്ല. തവിടോ പിണ്ണാക്കോ സാധനങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. പുളിങ്കുരുപ്പൊടി ഒന്നും കൊടുക്കുന്നില്ല. ആ ചേട്ടനോട് ചോദിക്കണം, ചേട്ടാ ഈ പോത്ത് 1 കൊല്ലമായി നോക്കിയത് വളരുന്ന പോത്താണ്. ഞാൻ നോക്കുമ്പോൾ നല്ല അടിപൊളി ക്രോസ് ബ്രീഡ് നല്ലൊരു ഫാമിൽ നിന്ന് എടുത്ത് കൂട്ടി. നല്ല കൊമ്പൊക്കെ ചുരുണ്ട്. 1 കൊല്ലാകുമ്പോഴേക്കും കൊമ്പൊക്കെ ചുരുണ്ട്. നിങ്ങൾക്ക് അറിയാലോ ഒരു അത്യാവശ്യം വലിപ്പമുള്ള പോത്തും കുട്ടിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ ഇതിന് എന്തൊക്കെയാണ് തീറ്റ കൊടുക്കുക? അപ്പോൾ ചേട്ടൻ പറഞ്ഞു 1 കിലോ അരി വേവിച്ച് ഡെയിലി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചേട്ടാ നിങ്ങൾ കൊടുക്കുന്ന തീറ്റ ഒന്ന് മാറ്റി ചോറ് നിങ്ങൾക്ക് കൊടുക്കാം ഒരു സ്വല്പമൊക്കെ. അല്ലാണ്ട് ചോറ് കൊടുത്തുകൊണ്ട് പോത്ത് വളരുമെന്ന് വിചാരിക്കരുത്. അതിന് വളരാൻ കുറച്ച് തവിട് പിണ്ണാക്കൊക്കെ ആയാലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ വളരുള്ളൂ. അപ്പോൾ ആ പോത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം നിന്ന് എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ നോക്കുന്ന രീതിയും നമ്മുടെ സിറ്റുവേഷൻ പിന്നെ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയും അതിനൊക്കെ അനുസരിച്ചാണ് നമ്മുടെ പോത്തുകൾ വളർന്നു കയറി പോരുക. വേനൽക്കാലം ആകുമ്പോൾ ഞാൻ ഒരു 4-5 ചാക്കിലാണ് പുല്ലരിഞ്ഞ് കൊണ്ടുവന്നത്. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ അരിഞ്ഞ് പുല്ല് എവിടെയാണുള്ളത് അവിടേക്ക് വണ്ടി ഓടിച്ച് പോയി ഒരു 5-6-7 കിലോമീറ്ററൊക്കെ ചിലപ്പോൾ വണ്ടി ഓടിച്ച് പോയി അരിഞ്ഞ് പിടിച്ച് 7 കിലോമീറ്റർ പറഞ്ഞാൽ 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്ററിൽ നിൽക്കട്ടോ നമ്മുടെ ദൂരങ്ങളൊക്കെ. എന്നാലും ഏകദേശം ചില സമയങ്ങളിൽ ചിലപ്പോൾ അത് 6-7ലേക്ക് എത്താറുമുണ്ട്. അങ്ങോട്ട് 7 കിലോമീറ്റർ ഓടിച്ചാൽ അത് ഇതേമാതിരി റിട്ടേൺ കൂടെ ഓടിക്കണം കേട്ടോ ഈ ഒരു വെയിറ്റ് വെച്ചിട്ട്. നിങ്ങൾ അതും കൂടി സങ്കല്പിക്കണം. പക്ഷെ നമ്മൾ എടുക്കുന്ന എഫർട്ടിനെ നമ്മൾ നോക്കുന്ന രീതിക്കും അനുസരിച്ചാണ് ഇതിൻ്റെ ഒക്കെ വളർച്ച. പിന്നെ ഇതിൽ ചില സമയങ്ങളിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അതും ഒരു സത്യം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റകളും നമ്മൾ പണിയെടുത്തതൊക്കെ വെച്ച് നോക്കിയിട്ട് ഈ ഒരു 8-10 മാസം നോക്കിയിട്ട് അതിൻ്റെ പൈസ റിട്ടേൺ എനിക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അതില്ല എന്നും പറയേണ്ടി വരും. ചിലവർക്ക് അത് കിട്ടുന്നുണ്ട്, ചിലപ്പോൾ കുഴപ്പമില്ല, ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും, ചിലർക്കോ ഭയങ്കര നഷ്ടത്തിലേക്ക് അത് എത്തിച്ചേരും. ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാണ്. അതും ഓരോരുത്തരുടെ സ്ഥലപരിമിതിയും ഓരോരുത്തർ നോക്കുന്ന രീതിയും ഓരോരുത്തർക്ക് കിട്ടുന്ന പോത്തുംകുട്ടികളുടെ വലുപ്പവും അതിനൊക്കെ അനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.